5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരളത്തിൽ ഇപ്പോൾ ആളുകൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കേസിൽപ്പെട്ടാൽ അത് ക്രിമിനൽ കേസായാലും ചീറ്റിംഗ് കേസായാലും പണാപകരണമായാലും തൊഴിൽ നിഷേധമായാലും തൊഴിലാളികളെ തിരിച്ചുവിട്ടായാലും ഉടൻ തന്നെ അതിൽ ജാതി കാർഡ് കളിക്കുക. ജാതി കാർഡ് കളിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണെന്നാണ്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഒരു പീഡന കാർഡ് കളിക്കുക. ഇത് നല്ലതല്ല. ഇപ്പോൾ നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഹോമയോസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വളരെ ഗൗരവമായിട്ട് കുറേ ആളുകൾ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോയിൻ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ജാതി നോക്കിയില്ലായിരുന്നല്ലോ. അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം നായരാണ്, ഭാര്യ ഈഴവയാണ്, മകൾ ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു, പിന്നെ വേറെ മക്കൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു. അവരങ്ങനെ നോക്കുന്നൊരു ഫാമിലി അല്ലാന്ന് കൃഷ്ണകുമാർ ആദ്യമേ മകളുമൊക്കെ വന്ന് പറയുന്നു. അവർ ജോലി ചെയ്തു, അവരെ ഓഫീസിൽ അങ്ങനെയാണെങ്കിൽ അവർ നായരെയോ നമ്പൂതിരിയെയോ അല്ലെങ്കിൽ ഈഴവരെയോ അങ്ങനെ തുടങ്ങിയ ആളുകളെയല്ലേ അവിടെ ജോലിക്ക് വയ്ക്കുകയുള്ളൂ. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ളവർ ജോലിക്ക് വയ്ക്കുമോ? അപ്പോൾ ജോലിക്ക് വയ്ക്കുന്നു, വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നു, വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സൗഹൃദത്തിൽ കഴിയുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ കുറ്റം കണ്ടുപിടിച്ചപ്പോൾ, അവരുടെ പണാപകരണം കണ്ടുപിടിച്ചപ്പോൾ വേറെ ന്യായങ്ങൾ പറയുന്നു. ടാക്സ് അടച്ചില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളും. അതിനകത്ത് ഈ കുട്ടികൾ തൊഴിലാളികളാണോ മുതലാളിയുടെ ടാക്സ് അടച്ചോ ഇല്ലേ എന്ന് നോക്കുന്നത്. അതിൻ്റെ വിഷയങ്ങൾ ഭീഷണിപ്പെടുത്തി കാറിൽ കയറി പോയതല്ലേ. വീഡിയോസൊക്കെ നമ്മൾ വളരെ പരസ്യമായി കാണുകയല്ലേ, യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും. കൃത്യമായി കാറിൽ കയറി വിളിച്ചുകൊണ്ട് പോകുന്നു, താഴെ നിന്ന് സംസാരിക്കുന്നവനെ മോളിൽ, പിന്നെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയൂ എന്നൊക്കെ പറയുന്നു. 5 രൂപയെങ്കിലും കയ്യിൽ നിന്ന് പോകുമ്പോൾ അറിയാം അതിൻ്റെ ഒരു കനപ്പ്. നമ്മുടെ പൈസ 68 ലക്ഷം രൂപ അധ്വാനിച്ച് ലോൺ എടുത്തും അല്ലാതെ എങ്ങനെയാവട്ടെ ഇനി സിനിമ നടന്ന രൂപത്തിലുണ്ട്. അയാൾ BJP ആണോ സംഘിയാണോ അതൊക്കെ വേറെ വിഷയം. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ, ഇത്രയും പെൺകുട്ടികളുമായിട്ടൊക്കെ അദ്ദേഹം ജീവിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ, അദ്ദേഹം കുറച്ച് കാശുണ്ടാക്കി ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും, ഇനി അല്ലെങ്കിൽ ആരുടെയും ബിനാമി ഏത് പൈസ ആയിക്കോട്ടെ അതൊക്കെ പരിശോധിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ. അവർ ലോൺ അടച്ചില്ലെങ്കിൽ അത് ബാങ്കുകാർ പിടിക്കും, അവർ ടാക്സ് അടച്ചില്ലെങ്കിൽ ഇവിടെ ഇൻകം ടാക്സുകാരുണ്ട്, അത് GST അടച്ചില്ലെങ്കിൽ GST കമ്മീഷൻ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ. അതൊന്നും നോക്കുക. അവിടെ നിൽക്കുന്ന 15,000 രൂപയ്ക്ക് ജോലിക്ക് നിൽക്കുന്ന തൊഴിലാളിയുടെ ജോലി അല്ലല്ലോ. അപ്പോൾ അവർ വേറെ കാർഡുകൾ കളിക്കുകയാണ്. ആദ്യം കൃഷ്ണകുമാറാണ് കൊണ്ട് കേസ് കൊടുക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലും നോക്കിയിട്ടില്ല ഇതുവരെ. കൃഷ്ണകുമാറിന് അതിന് വലിയ പരാതിയുണ്ട്. അപ്പോഴും കൃഷ്ണകുമാർ പിണറായി വേണമെങ്കിൽ BJP നേതാവ് എന്നുള്ള നിലയിൽ, ഇവിടെ മത്സരിച്ച ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ മത്സരിച്ച ആളെന്നുള്ളത് അദ്ദേഹത്തിന് ഇവിടെ പിണറായി എന്നൊക്കെ പറഞ്ഞ് തെറി പറയാം. അദ്ദേഹം പറയുന്നില്ല. പോലീസ് ഏരിയയിൽ എല്ലാവരും നല്ലവരാണ്, 1-2 കുഴപ്പക്കാരേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ കേസെടുക്കുന്നില്ല, അവരെ ആരോ സമ്മർദ്ദപ്പെടുത്തുന്നു, എവിടെ നിന്ന് പ്രഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ അതാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ ഇങ്ങനെ അവിടെ കൊണ്ട് കേസ് കൊടുത്തു. ഉടൻ തന്നെ ഒരു കൗണ്ടർ കേസ് കൊടുക്കുന്നു. ആർക്കും കേസ് കൊടുക്കാം. കൗണ്ടർ കേസിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ ജാതി പറഞ്ഞു, ഞങ്ങളെ റൂമിൽ അടച്ചിട്ടു, ഞങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എല്ലാവരും പറയത്തില്ലേ? ജാതി മാത്രമല്ല, എന്താ പറയുന്നത്, എല്ലാവരും പറയും. പൈസയാണെന്നേ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 68 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ചെറിയ പൈസയാണോ? അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ? അവരുടെ മക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ വളർത്തേണ്ട പൈസയല്ലേ? അതിൽ ജോലിക്കാർക്ക് കൊടുക്കുന്ന ജോലിയുടെ പൈസയല്ലേ കൊടുത്താൽ പോലെ ശമ്പളം? അല്ലെങ്കിൽ വല്ല ബോണസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പൈസ കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ സ്നേഹം വരുമ്പോൾ എന്തെങ്കിലും വീട് വയ്ക്കാനോ എന്തെങ്കിലും അത്യാവശ്യത്തിന് കല്യാണത്തിനൊക്കെ ചിലപ്പോൾ ബൾക്കായിട്ട് സംഭവം കൊണ്ട് മുതലാളി വരെ കൊടുക്കും. അതിനപ്പുറമുള്ള പണത്തിന് അവർക്ക് അവകാശമുണ്ടോ? അവർ അങ്ങനെ വാങ്ങിച്ചെങ്കിലും കൃത്യമായി കണക്ക് കൊടുക്കണ്ടേ? ശരി, ടാക്സ് വെട്ടിക്കാൻ തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ മകളും കൂടി ടാക്സ് വെട്ടിക്കണമെന്ന് പറഞ്ഞ് തൊഴിലാളികളെ കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് സ്കാൻ ചെയ്യിച്ച് പൈസ മേടിച്ചു എന്ന് വിചാരിക്കുക. അവരുടെ QR കോഡിൽ വാങ്ങിച്ചാൽ അത് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അറിയിക്കണ്ടേ? ഇന്നത്തെ QR കോഡിൽ, എൻ്റെ QR കോഡിൽ ജീവനക്കാരെ അറിയിക്കണ്ടേ? അവരുടെ QR കോഡ് വഴി ഇത്ര ലക്ഷം രൂപ വന്നു, അത് വേറെ രൂപത്തിൽ പിന്നെ കൃഷ്ണകുമാറിന് കൊടുക്കണ്ടേ, മകൾക്ക് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ അണ്ടർസ്റ്റാൻഡിങ്. എത്രയോ സ്ഥാപനങ്ങളിൽ നടക്കാറുണ്ട് അങ്ങനെ. എല്ലായിടും ഇപ്പോൾ ഇവിടെ നടക്കുന്ന ജുവലറികൾ, ടെക്സ്റ്റൈൽസുകൾ, എത്ര സ്ഥാപനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. മുഴുവൻ സ്ഥാപനങ്ങളും ഇങ്ങനെ കൃത്യമായി ടാക്സ് ഒക്കെ അടച്ച് ഒരു പക്കല സത്യസന്ധമായി ഹരിചന്ദ്രനായിട്ടൊന്നും അല്ലല്ലോ ആളുകൾ ജീവിക്കുന്നത്. കുറേ വെട്ടിപ്പുണ്ടാവും, കുറേ തട്ടിപ്പുണ്ടാവും, കുറേ പിടിക്കും, കുറച്ച് ശിക്ഷകൾ വരും. ഇതൊക്കെ അതിൻ്റെ ഭാഗമായി. ഇതാണ് ഞാൻ പ്രായോഗികമാണ് ഞാൻ പറഞ്ഞില്ല, തിയറിയല്ല പറയുന്നത്. അതൊക്കെ സംഭവിക്കും. അങ്ങനെ ഈ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവർ സത്യസന്ധരായതുകൊണ്ടും വിശ്വസ്തരായതുകൊണ്ടല്ലേ അത് പറഞ്ഞത്. ചതിക്കുമെന്നുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ചതിക്കാൻ പാടുണ്ടോ? അങ്ങനെ പറയാത്തവർക്ക് കൃത്യമായിട്ട് അത് അവർ കണക്ക് കൊടുക്കണ്ടേ? എന്നിട്ട് അവസാനം ഇപ്പോൾ വഴക്കായപ്പോൾ 15 ലക്ഷം രൂപ 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു, പിന്നെ 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നു. 69 ലക്ഷം രൂപ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് കള്ളത്തിലൂടെ ഉണ്ടാക്കിയവരിൽ നിന്ന് 25 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ സെറ്റിൽമെൻറ്റ് സമ്മതിച്ച് എഗ്രിമെൻറ്റൊക്കെ എഴുതി കൊടുത്തിട്ട് വെളിയിറങ്ങി ജാതി കാർഡ് കളിക്കുകയാണ്. എന്താണ്? പിന്നെ പെൺകുട്ടികളുടെ കാർഡ് കളിക്കുകയാണ്. പീഡിപ്പിക്കുന്നു, ഞങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഒരു നാണമില്ലേ ഇങ്ങനെ വന്ന് പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യവസായം നടത്തുന്ന ഒരാളല്ലേ അദ്ദേഹം, ഒരു സ്ഥാപനം നടത്തുന്ന ആളല്ലേ കൃഷ്ണകുമാർ ഫാമിലി മകളുമൊക്കെ. എങ്ങനെയാണ് ഇവിടെ ആളുകൾക്ക് നാളെ തൊഴിലാളികളെ വിശ്വസിച്ച് സ്ഥാപനത്തിൽ വയ്ക്കാൻ പറ്റുക? അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാക്കുക? എല്ലാ സ്ഥാപനത്തിലും ഇങ്ങനെയൊക്കെ നടക്കാറില്ലേ? എത്ര മനോഹരമായിട്ടാണ് ഇവിടെ സ്ഥാപനങ്ങൾ നടക്കുന്നത്. തൊഴിൽ മുതലാളി ബന്ധമൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഇപ്പോൾ ഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയും മറ്റ് സാറ്റലൈറ്റ് ചാനലുകളും എല്ലാം ആദ്യം കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തി BJP ആണ്, അതാണ്, ഇതാണ്, സംഘിയാണ്, അയാൾ പീഡിപ്പിച്ചു, വലിയ നേതാവെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെങ്കിലും
വൈകുന്നേരം ആയപ്പോൾ കാര്യം തിരിഞ്ഞു. കൃഷ്ണകുമാറിൻ്റെ ഭാഗത്താണ് നീതി എന്നുള്ളത് ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നു. കൃഷ്ണകുമാർ വളരെ മനോഹരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു, വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തു. പിന്നെ ചൂടായി എന്ന് പറയുന്നതിന് ഒരു തെളിവ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല ചങ്ങാതി. നിങ്ങളായാലും ചൂടാവൂലേ, ഞാനും ചൂടാവൂലേ? ഇത്രയും പണം അപകരിച്ചുകൊണ്ട് പോയ ആളിന് ചൂടായതാണ് വിഷയം. കൊട്ടേഷൻ സംഘത്തെ വെച്ച് വിളിച്ചുകൊണ്ടുവന്ന് റൂമിൽ കെട്ടിയിട്ട് അടച്ചിട്ട് പൈസ അടാന്ന് പറയുന്ന കാലമാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനത്തെ കാലത്തല്ലേ നമ്മൾ താമസിക്കുന്നത്? ആരെങ്കിലും വിടുമോ പൈസ കൊടുത്താൽ? അപ്പോൾ പൈസ വാങ്ങിയപ്പോൾ വേറെ ന്യായം ഒന്നും പറയേണ്ട മക്കളെ, പെൺകുട്ടികളെ. നിങ്ങൾ ആരുടെയെങ്കിലും മുതിർന്നവരുടെയും കൂടി നേതൃത്വത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി നിങ്ങൾ ആ പൈസ കഴിയുന്നത് വേഗം കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് തീർത്ത് കൊടുക്കുക. അവരെ കടം ചെയ്ത് പൈസ തീർത്ത് കൊടുക്കുക. അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിനുള്ള പൈസ മാത്രം വാങ്ങിച്ചിട്ട് ബാക്കി എത്ര പൈസ അവർ കൊടുക്കാനുണ്ടോ ആ പണം കുറച്ച് ചെയ്തു. പിന്നെ കൃഷ്ണകുമാർ കുറച്ച് വിട്ടുവീഴ്ചയും ചെയ്ത് കൊടുക്കുക. കുറച്ച് വിട്ടുവീഴ്ച കൃഷ്ണകുമാർ ചെയ്യുക, ബാക്കി പണം കൃത്യമായിട്ട് അടയ്ക്കുക. അത് വച്ചിട്ട് വേറെ വാക്ക് പറയുക. പിന്നെ കേസ്, അടുത്ത കേസ് ജാതി പറഞ്ഞതും റൂമിൽ പിടിച്ചുകൊണ്ട് പോയെന്നും ഇടിച്ച് കൊല്ലുമെന്നും കാറിൽ നിങ്ങൾ അറിയപ്പെടാത്ത കാറിൽ കയറാൻ നിങ്ങളുടെ താര പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഫ്ലാറ്റിൽ ചെന്ന് താഴെ നിന്നല്ലേ നിങ്ങൾ ആദ്യം സംസാരിച്ചത്? വീഡിയോ ഫുട്ടേജ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെയല്ലേ റൂമിൽ പോയി സംസാരിച്ചത്? അതും അവിടെ സംസാരിക്കുന്നത് അല്ലേ കേൾക്കുന്നുള്ളൂ. പിന്നെ സംസാരം ചൂടാവൂലേ? നിങ്ങൾക്ക് പായസവും പഞ്ചാമൃതവും തരൂ. 68 ലക്ഷം രൂപ, 68 പോട്ടെ, 6 ലക്ഷം ആവട്ടെ, 60,000 ആവട്ടെ, 6,000 ആവട്ടെ. ഒരു മുതലാളിയെ വഞ്ചിച്ച്, ഒരു തൊഴിലുടമയെ വഞ്ചിച്ച് പറ്റിച്ചിട്ട് അവരെ വീട്ടിൽ ചെന്നപ്പോൾ, അവരെ വീട്ടിലേക്ക് ഒത്തുതീർപ്പിനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ പാൽപ്പായസം തരുമോ? എന്താ ഇവർ പറയുന്നത്? ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യരുത്. പിണറായിയുടെ ഓഫീസിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ വിഭാഗത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇത് തെളിയിക്കപ്പെടണം. അത് കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടല്ല. ഈ രാജ്യത്ത് വ്യവസായം നടത്തുന്ന, തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കുഞ്ഞു സ്ഥാപനം മുതൽ വലിയ സ്ഥാപനം വരെ. അവിടെ വലിയ വിശ്വസ്തരായ ആളുകളെയാണ് നിർത്തുന്നത്. അവർ ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് നീതി കിട്ടാൻ കഴിയുന്നത് വേഗം നീതി കൊടുക്കേണ്ടതാണ്. തെറ്റ് ചെയ്യാത്തവർ ജയിലിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അവർ പണം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് കൃഷ്ണകുമാർ എഴുതി തള്ളണം. ഏതായാലും വളരെ പെട്ടെന്ന് അതിനൊരു ഒത്തുതീർപ്പുണ്ടാകട്ടെ. എന്തായാലും കൃഷ്ണകുമാർ വളരെ നല്ലൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്.